ഹലോ ഹായ് എവ്രി വൺ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ടു മുംബൈ യാത്ര നമ്മളിവിടെ തുടങ്ങുകയാണ്. രാവിലെ 5:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ള മുക്കോല ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് തേങ്ങയൊക്കെ ഉടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ബൈക്കിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്. 8 ദിവസം ഉള്ള യാത്രയാണ്. അത്യാവശ്യപ്പെട്ട ഡ്രസ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. MC റോഡ് പിടിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുന്തോറും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലൈമറ്റ് കുറച്ച് ഫേവറബിൾ ആയിരുന്നു. MC റോഡിലൂടെ കൊട്ടാരക്കര, കോട്ടയം, പെരുമ്പാവൂർ കയറിയിട്ട് മഞ്ഞപ്ര വരെ കല്ലാല പ്ലാന്റേഷനിലൂടെ അതിരപ്പള്ളി കയറാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അടൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാനായിട്ട് ഞങ്ങൾ നിർത്തി. ആ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ട്രാഫിക്കൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 9 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ കോട്ടയം ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയത്തിന് മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഞങ്ങൾ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു യാത്ര. എന്നിട്ട് കുറച്ച് ദൂരം പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊന്ന് സൈഡാക്കിയായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിൽ സൈഡിൽ ഷെഡ് പോലെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എഗെയിൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. പെരുമ്പാവൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ട്രാഫിക് ഹിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ഹാഫ് ആൻ അവർ ഞങ്ങളിങ്ങനെ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ പെട്ട് നിന്നായിരുന്നു. ഈ ഒരു ഏരിയ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും സ്മൂത്തായി മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കലാല എസ്റ്റേറ്റ് എത്തി. കേരള ഗവൺമെൻറ്റിൻ്റെ എസ്റ്റേറ്റാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ഞങ്ങൾ 10 രൂപയായിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് മുന്നിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമായിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഓൾ ടുഗെദർ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല കൂളിംഗ് ആണ്, നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. മേ ബി ഇത്രയും മരങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ എൻജോയ് ചെയ്യും. അത്യാവശ്യം നല്ല സീനൊക്കെയാണ് കാണാനായിട്ട്, നല്ല പച്ചപ്പും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വഴിക്ക് ഒരു ഏരിയ എത്തിയപ്പോഴത്തേനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേനും ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ആയിട്ടുള്ളതല്ല, കാരണം അത് ആന ഇറങ്ങുന്ന ഏരിയ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ മുമ്പത്തെ ആഴ്ച പുള്ളിക്കാരൻ ഇതുപോലെ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നിന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആന ഇറങ്ങി ഈ ചേട്ടൻ്റെ ബൈക്ക് ചവിട്ടി ഫ്രണ്ടൊക്കെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഗ്ലാസ്സൊക്കെ ഉള്ള ഹെഡ്ലൈറ്റിൻ്റെ ഏരിയയൊക്കെ പൊട്ടിപ്പോയി. ആ ചേട്ടൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഓടിക്കളയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അധികം നിൽക്കുന്ന സേഫ് അല്ല, സൂക്ഷിച്ച് നിൽക്കണം, മുകൾ ഭാഗത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിയേ നിൽക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഒട്ടും റിസ്ക് എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്ന ശരിയല്ലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെയും യാത്ര തുടർന്നു. അത്യാവശ്യം ഇതൊരു ജനവാസ ഏരിയ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് സ്കൂളും ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ റോഡിലൊക്കെ നിറയെ ഇങ്ങനെ പശുവും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
പോകുന്ന വഴിക്ക് ഇങ്ങനെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആണ്, അത് കാരണം എല്ലാവരും അതിരപ്പള്ളി കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നേരെ പോയി. ടിക്കറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ബൈക്കിനും കൂടെ ചേർത്തിട്ട് 160 റുപ്പീസാണ് ആയത്. ഞങ്ങൾ എന്നിട്ട് നേരെ മുകളിൽ കൊണ്ടുപോയി ബൈക്കൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി നടന്നു. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അതുമാത്രമല്ല നല്ല തിരക്കായിരുന്നു. അപ്പം നടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇടയിലൊക്കെ കയറി അവിടെ ഇവിടെയായിട്ട് നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് സമയം ഇച്ചിരി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾസിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടുന്ന് താഴേക്ക് കുറച്ചധികം നമ്മൾ നടന്നിറങ്ങണം, അപ്പോഴേ താഴെ നിന്നുള്ള വാട്ടർഫോൾസിൻ്റെ പക്ക വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്നിറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ആൾക്കാരെല്ലാം വഴി കയറി നിന്നിട്ട് ബ്ലോക്ക് ആക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി പാട് പെട്ടു. പിന്നെ നടന്ന് ഞങ്ങൾ അവസാനം താഴെ എത്തി. വാട്ടർഫോൾസ് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര നീരൊഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മഴയുള്ള സമയത്തല്ല അവിടെ എത്തുന്നത്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു നമ്മളവിടെ ചെല്ലുമ്പോൾ. വിയർത്ത് കുളിച്ചാൽ ഞങ്ങൾ താഴെ എത്തിയത് തന്നെ. എന്നാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കേട്ടോ, കാരണം അവർ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് സേഫ്റ്റി ഇഷ്യൂസ് കാരണം. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് നമ്മളടുത്ത് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ വാൾപ്പാറയിലോട്ടാണ് പോകേണ്ടത്, അവിടെ സ്റ്റേ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു തന്നെ അതിരപ്പള്ളി വാൾപ്പാറ ചെക്ക് പോസ്റ്റ് 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, നിങ്ങൾ വേഗം തന്നെ ചെല്ലണം, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മുകളിലോട്ട് കയറി ബൈക്കൊക്കെ എടുത്ത് നേരെ ചെക്ക് പോസ്റ്റിലോട്ട് വെച്ച് പിടിച്ചു. ഞങ്ങളൊരു 4-6 ആയപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഫ്രണ്ടിലോട്ട് ഒരു വണ്ടി അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചു എന്തെങ്ങനെ നമുക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വഴിയിൽ ആന ഇറങ്ങി മരം തള്ളിയിട്ടു, അപ്പോൾ പോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഓപ്പോസിറ്റ് കുറച്ച് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു, അവരും പറയുന്നുണ്ടായിരുന്നു ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് കാരണം നമ്മളെ കയറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ അഗൈൻ അതിരപ്പള്ളിയിലോട്ട് തിരിച്ചു വന്നു. കുറച്ച് റൂംസൊക്കെ അവിടെ നോക്കി. ഉള്ളതിൽ നല്ലതായിട്ട് തോന്നിയ ഹോട്ടലിലൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തു. ഷീജ മിസ്റ്റ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു, റൂംസൊക്കെ നല്ലതായിരുന്നു. രാത്രി നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ ടയേർഡായിരുന്നു, അത് കാരണം നമുക്ക് പിന്നെ റൂംസിൻ്റെ വിഷ്വൽസ് ഒന്നും കൂടുതൽ ഷൂട്ട് ചെയ്യാനായിട്ട് രാത്രി പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് റൂമിൻ്റെ വിഷ്വൽസ് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.